ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും എൻ്റെ ഹോസ്റ്റൽ ഫ്രണ്ട്സുമായിട്ട്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് കോളേജ് ഡേയും ഹോസ്റ്റൽ ഡേയും ആണ്. സോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഇതെൻ്റെ ബൈക്കാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി കാളിദാസും കൂടി ഷെയർ ഇട്ട് മേടിച്ച വണ്ടിയായി. ഇതും ഇന്ന് സെയിലാക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കുറേ പിള്ളേർ ഇവിടെ കോളേജിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പോകാൻ നിൽക്കുക. കാരണം അവർക്കതാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഞങ്ങൾ കുറേ പേര് നിൽക്കുന്നുണ്ട്. കാരണം ഹോസ്റ്റലിൽ നൈറ്റ് ഒരു DJ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എ ബാച്ചിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. അവർക്ക് FNB ആണിപ്പോൾ. ഞങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് മാറി ഞങ്ങൾക്കിപ്പോൾ ഇത് കേസ് സ്റ്റഡിയാണ്. സോ ഫ്രണ്ട്സ് കേസ് സ്റ്റഡി പറയുക സാറ് കോളിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളുടെയും കൂടി കഴിയണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ലിഫ്റ്റ് അടിക്കേണ്ട പരിപാടിയാണ്. കാരണം ബസ് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും വേറെയും പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട് ലിഫ്റ്റ് അടിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണത്തെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഞങ്ങളതിൽ കയറി. ഈ ലോഡ് കൊണ്ടുവന്ന വണ്ടിയാണ്. ഞങ്ങൾ പയ്യെ ബാക്കിൽ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ സൈഡിൽ കൊണ്ടിറക്കി. ഒരു 500 മീറ്റർ ഹോസ്റ്റലിലോട്ട് നടക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവനാണ് ബാക്കി സെയിലിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. ഇത് പ്രായരേട്ടൻ. ഈ പുള്ളിയെ പറ്റി ഈ വീഡിയോയിൽ പറയാതിരുന്ന ഒട്ടും ശരിയാവത്തില്ല. അതുകൊണ്ടാണ് പുള്ളി കാണിക്കുന്ന ദേഷ്യമായിട്ടൊന്നും കൂട്ടത്ത. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. ഞങ്ങൾ ഭയങ്കര കാര്യം. ഞങ്ങളുടെ അവിടുത്തെ ഷെഫാണ്. പക്ഷേ അതിനുപരി ഞങ്ങൾക്കെല്ലാം വലിയ കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കുറേ ഡാൻസിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെയാണ്. അത് ഞാൻ കട്ട് ചെയ്യാനും പോണില്ല. സോ കുറച്ച് വർഷം കഴിഞ്ഞ് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളെല്ലാവരും അത് കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിന്റെ ഒരു ഇത് വെച്ച് നല്ല അടിപൊളി പാട്ടുകളായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത് സെമി ക്ലാസിക്കൽ ടച്ചുള്ള ഒരു മൂന്നാല് ആരും തൂക്കി എന്നെ പരിഹസിക്കും. എല്ലാവർക്കും പാടാം. വീഡിയോ സരിസ ഗാഗ സരിസ മാമ സരിസ പാപ്പ പദ 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 പനി പദ പസാസ ഗരിസ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അമിത്തിന്റെ ഒച്ച എല്ലാരും കേട്ടില്ലേ? ഇന്നവരെ നീ കേട്ടിട്ടില്ല എന്റെ ഒച്ച. അമിത് കള്ളുടിയനാണ്. നല്ല വല്ല മിസ്സിംഗ് ഉള്ള പരിപാടി കേട്ടോ. ഞാൻ ഇത് രാവിലെ പോകാൻ നിന്ന് പരിപാടി ഞാൻ. പക്ഷെ എന്നാലും ഇവിടുന്ന് പല ആൾക്കാരും എന്നോട് പറഞ്ഞു വൈകിട്ട് പോവാം വൈകിട്ട് പോവാൻ പറ്റി. ഞാൻ 1.5 ലിറ്റർ വരെ മേടിച്ചിട്ട് എനിക്കെന്റെ പിള്ളേരോട് നിൽക്കാൻ തന്നെയാണ്. പൈസ ഇട്ടുള്ള അടുത്തതായി അഭി എന്തി അഭി 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 ഹലോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ,
സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് ആരെയായിട്ട് ഒരു പരിചയം വന്ന് കയറിയ ഒരാളാണ് ഞാൻ. താഴി അതിനുശേഷം ഫസ്റ്റ് ഇയർ വന്നു. ഫസ്റ്റ് ഇയർ ഞാൻ എ ബാച്ച് ആയിരുന്നു. എ ബാച്ച് സിഗരറ്റ് വലിച്ച് പിടിച്ചൊരാളായി ഇതൊക്കെ നാളെ ഇറങ്ങുള്ള കാര്യം പറയണത്. സിഗരറ്റ് അല്ല, ബീഡി. പൈര് നാളെ കണ്ടനിറങ്ങിയിട്ട് എന്നൊന്നും പറയല്ലോ, പച്ചയ്ക്ക് പറയും പറയണത്. 40 ദിവസം കൊണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ഒരു 3 മാസം കൊണ്ട് കഴിഞ്ഞു. തേർഡ് ഇയറിന്റെ പകുതി നമ്മൾ ട്രെയിനിങ്ങിന് കൊടുത്തു. പിന്നെ ആകെ ഉണ്ടായത് നമ്മളൊരു ഫോർത്ത് ഇയർ മാത്രമാണ്. ആ ഫോർത്ത് ഇയർ പറ്റുന്ന രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന് സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നண்பന്മാർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അത് പെട്ടെന്ന് വരാ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ പാർട്ടിയുടെ ഭാഗമാണെന്ന് വിചാരിച്ചേ. അരി നന്ദൂരെ കുറിച്ച് 2 വാക്ക് പറയുന്നതാണ്. ഓക്കെ, അതെ. ഇപ്പം പൊതുവെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാം. അതായത് നമ്മളെല്ലാ പരിപാടിക്കും നമ്മൾ ഒന്നിച്ച് കൂടെ നിന്ന് വിജയിപ്പിച്ച ഒരു പരിപാടി എല്ലാവർക്കും അറിയാലോ. ഫോർത്ത് ഇയറാണ് നമ്മൾ ഏറ്റവും അടിപൊളിയാക്കി മാറ്റിയത്. സത്യം. പിന്നെ എല്ലാത്തിനും ഒരു നന്ദി വാക്ക് പറയാൻ നമ്മുടെ ഷെറിൻ സാറിനെ വിളിക്കണം. കാരണം കാരണം നമുക്ക് വേണ്ടി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടത്തിൽ നിന്നും എല്ലാത്തിനും വേണ്ടി നിന്നിട്ട് എല്ലാത്തിനും ഒരു സപ്പോർട്ട് ചെയ്ത് സാറിന് പറഞ്ഞു. പിന്നെ എന്റെ വീട് പണിയുടെ കാര്യം അറിയാലോ. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തീരും. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണം, നിങ്ങൾ എല്ലാരും പറയും. ഞാൻ വിളിച്ചില്ലെങ്കിൽ അതൊന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാം സെറ്റാണ്. നമ്മൾ തന്നെ ഫുഡുണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും കളപ്പോൾ അത്ര അരുത്. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ശരി സാറിനെ വിളിക്കാം സാറേ. സാറേ കളിക്കാം. പടക്കം പടക്കം.
ഹാഷ്ടാഗ്
ലാസ്റ്റത്തെ 10 മിനിറ്റാണ്. നമുക്ക് നോക്കാം പൊളിക്കോ ഇല്ലെന്ന്. ലാസ്റ്റത്തെ 10 മിനിറ്റ് പൊളിച്ചെടുക്കും. ഇത് ഫുള്ളും സ്നേഹത്തിന്റെ നിമിഷങ്ങൾ മാത്രം. Flash. അങ്ങനെ നമ്മുടെ 4th ഇയർ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലൈവിൽ കയറി ഫ്രണ്ട്സ്, ഇങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അങ്ങ് മേളിൽ കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് ഈ ഹോസ്റ്റലിൽ. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കെട്ടിപ്പിടിയും കാര്യമൊക്കെയാണ്. റിയലി കുറേ പേര് ഇമോഷണലായി, കുറേ പേര് കരഞ്ഞ് ബിബിൻ ഇറങ്ങിയാണ്. അപ്പോൾ വരണം. ഇനി ഞങ്ങൾ എന്ന് കാണുമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉള്ളിൽ വലിയൊരു ബോണ്ടുണ്ട് നമ്മൾ തമ്മിൽ. ചിലപ്പോൾ ഞങ്ങൾ കുറച്ചായിരിക്കും അവരെ വിളിക്കണേ, ചിലപ്പോൾ ഞങ്ങൾ സംസാരിക്കത്തുമില്ലായിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടി നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ ഓരോരുത്തർ വരുമെന്ന് ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എല്ലാം ഇൻസൈഡ് ബോണ്ടിങ്ങാണ്, പുറത്താണിക്കേണ്ട കാര്യമില്ല നമുക്ക്. പിന്നെ ഈ ഹോസ്റ്റൽ ഒരുപാട് മെമ്മറീസ് തന്നിട്ടുണ്ട്, കുറേ പഠിപ്പിച്ചിട്ടുണ്ട്, കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാം മിസ്സാക്കുമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് വിഷമമുണ്ട്. 4 വർഷം വയനാട് ജീവിതം എല്ലാം ഇന്നത്തോടെ തീരെയാണ്. മിസ് യു ഫ്രണ്ട്സ്, ഭയങ്കരമായിട്ട് നിന്നെയൊക്കെ മിസ് ചെയ്യടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് കൽപ്പറ്റ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ചുമ്മാ കറങ്ങിയാണ് ഞാൻ. ലൈക്ക് ഇതൊരു എൻഡായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കുറച്ചും കൂടി വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റൊക്കെ. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി. ഇപ്പോൾ കുറച്ച് പൂത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു, അത് കത്തിച്ചിട്ട് ഞങ്ങൾ പോയി ഇറങ്ങിയതാണ്. ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കാറിൽ കൊണ്ടുവിടുക. ലൈക്ക് ഇറങ്ങിയപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. അതിലും വിഷമമുള്ള ഒരു കാര്യം, ഇനിയിപ്പോൾ ഞാൻ ഒരു ലൈക്ക് എൻ്റെ ഒരു കൂട്ടുകാരെ എടുത്തയച്ച് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാണ്. ഇന്നലെ വരെ ഒരുമാതിരി ഫുൾ ആൾക്കാരായിരുന്നു. ഇന്ന് ഒരാൾ ഒരിടത്തില്ല. ഈ വീഡിയോ അവൻ ഗ്രൂപ്പ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര വിഷമമായി കാണും. കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ. ഒരു ആൾക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ആളാണ്. എല്ലായിടത്തോട്ടും നടക്കാനും ഓടാനും ഒരു സ്ഥലം പോലും ഒറ്റയ്ക്കില്ലായിരുന്നു. ലൈക്ക് അത് ഫുള്ളായിട്ട് അങ്ങ് മാറി. അവസാനം ഉണ്ടായിരുന്ന ആൾക്കാരും ഹോസ്റ്റലിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും ബായ്. എല്ലാവരും ഓർക്കുക, ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുക, വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിക്കുക. ബൈ ബൈ.